CPM ജില്ലാ സെക്രട്ടറി കെ രാജേഷ് സംസാരിക്കും. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി തോന്നുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്തെങ്കിലും പറയുമ്പോൾ അത് വെച്ച് നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണോ? എന്താ ഉണ്ടായത് നിങ്ങൾ കണ്ടതല്ലേ? മന്ത്രി ഏകപക്ഷീയമായി കടന്നാക്രമിക്കല്ലേ? മന്ത്രി എന്ത് ചെയ്യാൻ? ഒരു വനിതാ മന്ത്രിയല്ലേ? ശരി 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 മന്ത്രി കെ രാജേഷ് സംസാരിക്കുകയായിരുന്നു. പി ജയരാജൻ അടക്കം ആശുപത്രിയിലുണ്ട്, ICUവിലാണുള്ളത്. മന്ത്രിക്ക് കഴുത്തിന് വേദനയുണ്ട് എന്നാണ് KK ശൈലജ ഡോക്ടർമാരോടുമായി സംസാരിച്ച അടിസ്ഥാനത്തിൽ പറഞ്ഞത്. അത്യാഹിത വിഭാഗത്തിലാണ് മന്ത്രി. കഴുത്ത് വേദനയുള്ള മന്ത്രി ICUവിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. KK രാജേഷാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. KSU പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധത്തിനിടയിലാണ് മന്ത്രിക്ക് പരിക്കേറ്റത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പോലെയുള്ള ചില മാധ്യമങ്ങൾക്ക് ഈ ക്ഷീരമുള്ള അകിടിൻ ചുമട്ടിലും ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ ചില മാധ്യമ പ്രവർത്തകന്മാർ ഇത് സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് എന്ന് കുറ്റപ്പെടുത്താൻ തയ്യാറാവുകയാണ്. അപ്പോൾ അവർക്ക് ഒരു ഇടതുപക്ഷ വിരുദ്ധ അജണ്ടയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ മന്ത്രിമാർ പരിപാടികൾ പങ്കെടുക്കും. അങ്ങനെ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടാണ് പ്രതിഷേധമുണ്ടാകും. പ്രതിപക്ഷത്ത് ഞങ്ങളൊക്കെ ഇരുന്നപ്പോൾ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയില്ലല്ലോ. BJPക്കാർ ഒരു ഭാഗത്ത് പ്രതിഷേധം നടത്തുക, അവരെ പോലീസ് തടയുന്ന അവസരത്തിൽ മന്ത്രി വീണ ജോർജിനെ നേരിട്ട് കയ്യേറ്റം നടത്താനുള്ള ശ്രമമാണ് KSU യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയത്. അത് തനി റൗഡിസമല്ലേ? ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരം രീതി അനുവദിക്കാമോ? ഇതാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകന്മാർ ചിന്തിക്കേണ്ടത്. അപ്പോൾ മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. കഴുത്തിന് മാരകമായ പരിക്കേറ്റതിനെ തുടർന്ന് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലുള്ള ആ മന്ത്രി വീണ ജോർജിനോട് കുറച്ച് പരിഗണനകൾ കാണിക്കണം മാധ്യമ പ്രവർത്തകന്മാർ. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മന്ത്രിക്ക് പോലും നടന്നു പോകാൻ പറ്റില്ല. ഇതാണല്ലോ KSUക്കാർ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംസ്കാരം. അത് വെറുതെ ഉണ്ടായതല്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവായിട്ടുള്ള VD സതീശൻ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്, മന്ത്രിക്കെതിരായിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രതിഷേധവും അനുവദനീയമാണ് എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക വസതിയിൽ പോയി റീത്ത് വെക്കുന്നു. ഇപ്പോൾ ഇവിടെ അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആയുർവേദ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണല്ലോ വന്നിട്ട് തിരിച്ചു വരുന്ന അവസരത്തിലാണ് ഇത്തരമൊരു ഹീനമായിട്ടുള്ള ആക്രമണം നടന്നത്. മുഖ്യമന്ത്രി വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് എത്തി മന്ത്രിയെ സന്ദർശിക്കും എന്നുണ്ടായിരുന്നു. അല്പസമയത്തിനകം മന്ത്രി ഇപ്പോൾ മുഖ്യമന്ത്രി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജില്ലാ ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രിയുടെ കൈക്ക് ഒരു ചെറിയ മുറിവുണ്ട്. കഴുത്താണ് മാരകമായ പരിക്ക്. കയ്യിലെ മുറിവിൻ്റെ കാര്യം നേതാക്കൾ പറയുന്നില്ല. കഴുത്തിനുള്ള മാരകമായ പരിക്ക് എന്നുള്ളതാണ് പി ജയരാജൻ അടക്കമുള്ളവർ പറയുന്നത്. വലിയ പരിക്കാണ് എന്നാണ് പറയുന്നത്. കഴുത്തുവേദന ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ കഴുത്തുവേദനയ്ക്ക് ICUവിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞത്. എന്താണ് മന്ത്രിയുടെ ആരോഗ്യനില എന്നതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് എന്ന അല്പസമയത്ത് നമുക്ക് അറിയാനും കഴിയും. എന്തായാലും എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾക്ക് കഴുത്തിൽ പൊട്ടലോ മറ്റോ ഉണ്ടോ എന്ന കാര്യം അറിയാനുള്ള എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവിടെ എക്സ്റേ പരിശോധന അടക്കം ഇപ്പോൾ നടക്കുന്നുമുണ്ട്. ഹീനമായ ആക്രമണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അതിനോട് പ്രതികരിക്കുന്നത്. ഉറപ്പായും തുടർ ചർച്ചകൾക്കും തുടർ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും ഇപ്പോൾ അല്പസമയത്തിനകം SFIയുടെ സംസ്ഥാന നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.